അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് ഒരു ഓറഞ്ച് ഹൽവ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു 3 ഓറഞ്ച് എടുത്തിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുക. ഒരു കാരണവശാലും മിക്സിയുടെ ജാറിനകത്തിട്ട് നിങ്ങൾ ജ്യൂസ് അടിച്ചെടുക്കരുത്. ആ കുരു അടിഞ്ഞിട്ട് അതിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുക, അല്ല കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം അരിച്ച് മാറ്റി വെക്കുക. എന്നിട്ടൊരു ബൗൾ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ കോൺഫ്ലവർ. അപ്പം നിങ്ങൾ ഏത് മെഷർമെൻറ്റ് പാത്രത്തിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കിയെല്ലാം എടുത്താൽ മതിയാവും. അപ്പം ഞാൻ 1/2 കപ്പ്, അപ്പം 125 ഗ്രാമോളം വരും ഏകദേശം കോൺഫ്ലവർ. അതിലേക്ക് 1/2 കപ്പ് അളവിൽ നമ്മൾ സ്ക്യൂസ് ചെയ്ത് വെച്ച ഓറഞ്ച് ജ്യൂസ് അരിച്ച് വെച്ചിരിക്കുന്നതാണ് 1/2 കപ്പ്. അതായത് 1/2 കപ്പ് കോൺഫ്ലവറിന് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ്. അപ്പം നിങ്ങൾ 1/2 ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് 3 എണ്ണത്തിൽ കറക്റ്റ് 1/2 ഗ്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നീരൊക്കെ നിങ്ങളുടെ അനുസരിച്ച് ചേർക്കുക. പിന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. പുളിയുള്ള ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം. അതുപോലെ ഇതിനകത്തേക്ക് ചേർക്കുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇത് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ ഈ സമയത്തേക്ക് നിങ്ങൾക്ക് ഓറഞ്ച് പെർമിറ്റഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു കളറും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള പഞ്ചസാരപ്പാനി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിലുള്ള പഞ്ചസാര നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഓറഞ്ചിൻ്റെ മധുരം അനുസരിച്ച് മാറ്റം വരുത്താൻ മറക്കണ്ട. ഇപ്പം 1 കപ്പ് പഞ്ചസാരയ്ക്കാണെങ്കിൽ 1/2 കപ്പ് വെള്ളത്തിൽ വേണം ഇത് നമ്മൾ ഉരുക്കിയെടുക്കാനായിട്ട്. ഇത് നമ്മൾ തീ കത്തിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ട് ഒരു ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് വരണം. ഒരു 1 സ്ട്രീം കൺസിസ്റ്റൻസി ഒന്നും ആകേണ്ട കാര്യമില്ല. നമുക്കൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി മൊത്തം എല്ലാം നമ്മുടെ പഞ്ചസാര എല്ലാം ഒന്ന് അലുത്ത് നന്നായിട്ട് കിട്ടിയാൽ മതി. ഇത് നന്നായിട്ട് അലുത്ത് വരുന്ന സമയത്തേക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 മുറി നാരങ്ങയുടെ നീരും ടേസ്റ്റിന് ആവശ്യമുള്ള ഏലക്കാപ്പൊടി, ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ കോൺഫ്ലവർ ഓറഞ്ച് ജ്യൂസിൻ്റെ കൂട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് പതുക്കെ ഒഴിച്ച് കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ നമ്മുടെ നാരങ്ങ നീരൊഴിച്ചതും നമ്മുടെ ഏലക്കപ്പൊടി ഇട്ടതും ആ ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുന്ന ആ ഒരു ഭാഗം ഷൂട്ടായില്ലായിരുന്നു. അത് റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാതെ പോയത്. അപ്പോൾ അത് അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. 1/2 മുറി നാരങ്ങയുടെ നീര്, അതായത് പഞ്ചസാര ലൈന് കട്ടയാവാതിരിക്കാൻ വേണ്ടിയാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. അതുപോലെ ഏലക്കാപ്പൊടി ഞാൻ 1 ടീസ്പൂൺ ചേർത്തു. നിങ്ങൾക്ക് ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. അതിനുശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന മിക്സ്, ഓറഞ്ചിൻ്റെ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒരിക്കൽ കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ഇളക്ക് നിർത്താനേ പാടില്ല. അപ്പോൾ എനിക്ക് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കില്ല. പക്ഷേ ഈ കോൺഫ്ലവർ ആയതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ഇളക്കില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കട്ട കെട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഉരുളിയിലോ ചീനിച്ചട്ടിയിലോ ഒക്കെയാണോ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ പഞ്ചസാരയും ഏലക്കാപ്പൊടിയും നമ്മുടെ നാരങ്ങാനീരും പിന്നെ നമ്മുടെ മിക്സും കൂടെ ഒഴിച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്തേക്ക് തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇളക്കി ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഹൽവ നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ട് കിട്ടും. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നിട്ട് നമ്മുടെ ഈ ചട്ടിയിൽ നിന്ന് വിട്ടിങ്ങ് പോരുന്നതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇത് ഇത്രയും തിക്കായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യുടെ ടേസ്റ്റ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ഒരു മിനിമം ഏറ്റവും കുറഞ്ഞത് ഈ ഒരു അളവിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ എങ്കിലും കുറഞ്ഞത് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൽ കൂടുതൽ നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ടോട്ടലായിട്ടൊരു 2.5 ടേബിൾ സ്പൂണാണ് മൊത്തത്തിൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അളവ് പറയുകയാണെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയം നന്നായിട്ട് മിക്സ് ആയിരുമ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തത്. ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടും. നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതായത് നമ്മുടെ പാത്രത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അതിങ്ങ് വിട്ടു പോരണം. അതായത് നമ്മുടെ ആ കൂട്ടിങ് വിട്ടു പോരുന്നതാണ് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രമേ തീ വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചട്ടിയിലൊന്നും പിടിക്കുന്നില്ല. അപ്പം ഇത് നമ്മൾ ഒരു എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മളിത് മാറ്റി കൊടുക്കാനായിട്ട്. അത് പാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലെടുക്കാം. മറ്റേ സ്റ്റീലിൻ്റെ പാത്രമോ ഗ്ലാസ് പാത്രം. ഞാനിവിടെ ഒരു മൈക്രോവേവിൻ്റെ ഒരു ചെറിയ കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് പാത്രം എടുത്താലും അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുക്കണം. നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഇതിലേക്ക് നമ്മൾ നെയ്യ് പുരട്ടിയതിന് ശേഷം നമ്മുടെ കൂട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കൂട്ടിട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ ആ തവിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു സ്പൂൺ വെച്ചിട്ടോ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് തട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ അത് തട്ടിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതാകുമ്പോഴത്തേക്ക് ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ കിട്ടും. നിങ്ങൾക്ക് ഏത് പാത്രമാണോ അല്ലെങ്കിൽ ഏത് ഷേപ്പിലാണോ വേണ്ട ആ ഷേപ്പിൽ നിങ്ങൾ നന്നായിട്ടിത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ സ്പൂണിലൊന്നും പിടിക്കില്ല. സ്പൂണിൽ കുറച്ചെണ്ണം നെയ്യ് എടുത്ത സ്പൂണാണെങ്കിൽ അതൊന്നും ഇതിലൊന്നും പിടിക്കത്തില്ല. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ മേലിൽ ഏത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ബദാമും കുറച്ച് നട്ട്സും കൂടെ നീളത്തിൽ കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സ്പൂണ് വെച്ച് തന്നെ ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ശരിക്കും കട്ടയാവാത്തതുകൊണ്ട് തന്നെ അത് അതിനകത്തേക്ക് നമുക്ക് നന്നായിട്ട് ഉറച്ച് കിട്ടും. അപ്പോൾ ഇത് നമുക്കിത് 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് നമ്മൾ കൊട്ടിക്കൊടുത്തത്. എനിക്ക് സൈഡ് പിടിക്കേണ്ട ആവശ്യം വന്നില്ലായിരുന്നു, കാരണം ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് നമ്മൾ കൈകൊണ്ട് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് ഹൽവ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യുമ്പോൾ കണ്ടോ കറക്റ്റായിട്ട് വന്നു, നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കാണിച്ചു തരാം. ഇതൊന്ന് നടുവേ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ഹൽവയാണ്, വീട്ടിലുണ്ടാക്കുന്നതാണ്. നല്ല അടിപൊളി, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.